പുലിയുടെ മുദ്രയുള്ള മാന്ത്രികക്കല്ല് ഈ കേക്കിൽ എവിടെയോ ഉണ്ട്. അതിനെന്തിനെങ്ങനെ ചെയ്യുന്നത്? ഞാനൊരു പ്ലാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്ക് ഈ മത്സരത്തിൽ ചേർന്ന് തിന്ന് കണ്ടുപിടിക്കാം. നമ്മളോട് ആരാ മത്സരിക്കാൻ പോകുന്നത് കണ്ടോ? തീർച്ചയായും നാമാണ് ജയിക്കാൻ പോകുന്നത്. ഓക്കേ, ഇന്ന് നമ്മൾ ജയിച്ചത് തന്നെ. ആ കല്ല് നമ്മൾ കഴിക്കുന്ന കേക്കിലുണ്ടായാൽ മതിയായിരുന്നു. തീറ്റ മത്സരം അതീവ ഉത്സാഹത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലാരാണ് ജയിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണുള്ളത്. ഇയാൾ വളരെ ക്ഷമയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോ ഇയാൾ ജയിക്കാം. എന്തോ പല്ലില് കുടുങ്ങിപ്പോയി. പല്ലില് കല്ലോ? മര്യാദക്ക് ആ മാന്ത്രികക്കൽ. അധിക പ്രസംഗം എനിക്ക് ഇഷ്ടമല്ല. ശരിയല്ലേ ജാക്കി? കൂടുതൽ തിന്നുകൊണ്ട് ലോക റെക്കോർഡ് തകർത്തിരിക്കുന്നു ഇയാൾ. അനേക വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് എല്ലാ മാന്ത്രിക കല്ലുകളും കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ആകെ 2 എണ്ണമേ കിട്ടിയുള്ളൂ. ബാക്കി 10 എണ്ണം ജാക്കിയുടെ കയ്യിലുണ്ട്. നീ എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ല വാൾട്ടർ. അങ്ങനെയല്ല ഷിൻഡോ. സെക്ഷൻ 13 ഒരു രഹസ്യ സ്ഥലത്തായതുകൊണ്ടാണ് ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കാഞ്ഞത്. അരച്ച മാവ് തന്നെയാണ് ഇപ്പോഴും നീ അരച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ മാന്ത്രിക കല്ലുകൾ കിട്ടിയത് തന്നെ ഭാഗ്യം. ഉടനെ ആ മാന്ത്രിക കല്ലുകൾ എനിക്ക് കിട്ടിയാൽ മാത്രമേ നീ ചോദിച്ച സാധനം ഞാൻ നിനക്ക് തരൂ. ഭീമാ, എങ്ങനെയെങ്കിലും ജാക്കിച്ചാനെ പിടിച്ചുകൊണ്ടുവാ. സെക്ഷൻ 13 എവിടെയാണെന്നത് ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിക്കാം. ആ മാന്ത്രിക കല്ലും കൈക്കലാക്കും. ഹായ്, എത്ര ചോക്ലേറ്റാ? ഈ ചോക്ലേറ്റ് ഒക്കെ നമുക്കാണോ? ജൂലി, ചോക്ലേറ്റ് തിന്ന പല്ല് ഓട്ടയാവുന്ന എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ? കണ്ടുപിടിച്ചു ജാക്കി. ഈ പുലിച്ചിഹ്നമുള്ള ഈ മാന്ത്രിക കല്ല് നമ്മുടെ ശക്തി ബാലൻസ് ചെയ്യാനുള്ളതാ. നിന്റെ കുരുത്തക്കേട് സഹിക്കാനാവാത്തതുകൊണ്ടാ നിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് അയച്ചതെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വ്യത്യസ്തമായ ഭാവങ്ങൾ ഉണ്ടാവും ജാക്കി. പഴയത്, പുതിയത്, നല്ലത്, ചീത്ത, ബലം, ബലഹീനത. ജാക്കിയുടെ ഉള്ളിൽ ചീത്തയുണ്ടാവോ? ഉണ്ട്. അത് നീയാണ് ജോലി. വെറുതെ എന്നെ കരുവാക്കലേ. മതി. ഈ മാന്ത്രിക കല്ലിന്റെ ശക്തി വേസ്റ്റ് ആണെന്ന് തോന്നുന്നു. അത് സാരമില്ല ജോലി. ഈ മാന്ത്രിക കല്ല് നമുക്ക് സെക്ഷൻ 13 കൊണ്ടുപോയി കൊടുക്കാം. ഇതിന്റെ മാന്ത്രിക ശക്തി എന്താണെന്ന് അവര് കണ്ടുപിടിക്കട്ടെ. ജൂലി, ഞാൻ നിന്റെ പ്രിയപ്പെട്ട അങ്കിളല്ലേ, എനിക്കൊരു ചായ ഇട്ട് കൊണ്ടുവരുവോ? വിള്ളലുണ്ടായിരിക്കുന്നു. ഇതെങ്ങനെയാ? ഓ,